അപകടകരമായ ഏറ്റവും പുതിയൊരു വാദം ഇറങ്ങിയിരിക്കുന്നു. കേൾക്കണം നിങ്ങളെ വാദം. ഈ നാദാപുരത്തിന് സംഘടിച്ചിട്ടുള്ള മുഴുവൻ മുസ്ലിമീങ്ങളോടും ഞാൻ ആ കാര്യം വളരെ ദുഃഖത്തോടുകൂടി പറയുകയാണ്. ഏറ്റവും പുതിയ അൽ ഇർഫാദ് മാസിക ഇതാ എന്റെ കയ്യിലിരിക്കുന്നത്. ഈ മാസത്തെ മാസികയാണ്. ഈ സ്റ്റേജിൽ ഇത് പറയാനൊരു തൗഫീഖ് ഉണ്ടെന്നുള്ളത് അള്ളാഹു വരെ കൊണ്ട് എഴുതിച്ചതായിരിക്കും. എന്താ പറയുന്നറിയോ? ഇതുവരെ വരെ എവിടെയും പറഞ്ഞിരുന്നില്ല. അള്ളാഹിനോടും പ്രാർത്ഥിക്കാം, മറ്റുള്ളവരോടും പ്രാർത്ഥിക്കാനാ പറഞ്ഞിരുന്നത്. ഇപ്പൊ എന്താ പറയുന്നറിയോ? അള്ളാഹിനോട് നേരിട്ട് ചോദിക്കാനേ പാടില്ല. അള്ളാഹിനോട് ചോദിക്കാനുള്ള അധികാരം ആർക്ക് മാത്രമാണ്? അള്ളാഹുവിനോട് ചോദിക്കാനുള്ള അവകാശം ആർക്ക് മാത്രമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമാണ്. കേട്ടോളൂ ആ വാചകം, ശരിക്ക് ശ്രദ്ധിച്ചോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇവരെവിടേക്കാണ് ഈ ജനങ്ങളെ കൊണ്ടുപോകുന്നത്? ബഹുമാന്യ സുഹൃത്തുക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ആ വാചകങ്ങൾ. അൽ ഇർഫാദുകാരൻ എഴുതുകയാണ്, ശ്രദ്ധിച്ചോ. നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല. ഒന്നും കൂടി കേട്ടോ. നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല. അള്ളാഹുവിനോട് ചോദിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അധികാരമുള്ളൂ. അള്ളാഹിനോട് ചോദിക്കാൻ നമുക്ക് അധികാരമില്ല. നമുക്ക് ആരോട് ചോദിക്കാൻ അധികാരമുള്ളൂ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്. എത്ര അപകടകരമായ വാദമാണ് സഹോദരന്മാരെ ഇത്. നിങ്ങൾ നോക്കൂ. എന്നിട്ട് പിന്നെ പറയുകയാണ്, കുറെ കഴിഞ്ഞിട്ട് പിന്നെ അതിൽ കാണാം, ആ നബി തങ്ങളെ മറികടന്ന് നേരിട്ട് നാഥനോട് ചോദിക്കാൻ നമ്മളാര്? നബി തങ്ങളെ മറികടന്നിട്ട് നേരിട്ട് അള്ളാഹിനോട് ചോദിക്കാൻ നമ്മളാര്? പിന്നെയും അതിൽ കാണാം, ലോകത്തെവിടെ നിന്ന് പ്രവാചകരെ വിളിച്ചാലും ഉത്തരം ലഭിക്കും. നബി തങ്ങൾക്ക് വരാനും കാണാനും ഉത്തരം നൽകാനും കഴിയില്ലെന്ന വാദം റബ്ബിന്റെ കഴിവിനെ ചോദ്യം ചെയ്യലാകുന്നു. അപ്പോ നബി തങ്ങൾ വരും, കാണും, ഉത്തരം നൽകും എന്ന് വിശ്വസിക്കണം എന്ന് മാത്രമല്ല, നമ്മൾ ചോദിക്കുന്നത് ആരോട് മാത്രമേ ചോദിക്കാവൂ? അള്ളാഹിനോട് ചോദിക്കാൻ നമുക്ക് അധികാരമേ ഇല്ല. നമുക്ക് തിരുനബിയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ലാതെ ചോദിക്കാൻ നമുക്ക് അർഹതയില്ല. അള്ളാഹിനോട് ചോദിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അധികാരമുള്ളൂ. അപ്പൊ സഹോദരന്മാരെ, തിരുത്തിക്കോ മുസ്ലിയാക്കന്മാരെ. നിങ്ങൾ വീടുകളിലുള്ള നിങ്ങളുടെ എല്ലാ ദുആയുടെ പുസ്തകങ്ങളും ചുട്ടുകരിച്ചോളൂ. കാരണം സർവ്വ ദുആന്റെ പുസ്തകങ്ങളിലും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയല്ലേ കാണുന്നത്. ഒരു മുസ്ലിം രാവിലെ എഴുന്നേറ്റ് രാത്രിയിൽ ഉറങ്ങുന്നതിന്റെ മുമ്പ് എത്രയോ ഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലെ തന്നെ പ്രാർത്ഥനകൾ ഹദീസുകളിലും വന്നിട്ടില്ലേ? ധാരാളം പ്രാർത്ഥനകളില്ലേ? ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രാർത്ഥനകൾ അല്ലാഹുമ്മ എന്നും റബ്ബന എന്നും റബ്ബി എന്നുമൊക്കെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനൊന്നും ഇനി നമുക്ക് പാടില്ല. അള്ളാഹുവിനോട് ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറയുന്ന ഈ പോക്ക് എങ്ങോട്ടാ പോകുന്നത്? ഇനി ഇതാ ഈ ലേഖനം വന്നത് മുതൽക്ക് സർവ്വ മുസ്ലിയാക്കന്മാരോടും പറയുകയാണ്, നിങ്ങൾക്കിതിൽ വിശ്വാസമുണ്ടോ എങ്കിൽ ഇനി നാളെ നിങ്ങൾ സുബഹി നിസ്കരിക്കാൻ പോകരുത്, നാളെ നിങ്ങൾ ളുഹർ നിസ്കരിക്കരുത്. കാരണം നിസ്കാരത്തിലെ പ്രാർത്ഥനകളൊക്കെയും അള്ളാഹുവിന് വേണ്ടിയല്ലേ. അല്ലാഹുമ്മ ബാഇദ് ബൈനി, അള്ളാഹുവേ നീ എന്റെ പാപം പൊറുക്കണേ എന്നർത്ഥത്തിലല്ലേ അവിടെയുള്ളത്. അത്തഹിയാത്തിലിരുന്ന ആരോടാ പ്രാർത്ഥിക്കുന്നത്? ഇവരുടെ ഭാഷയനുസരിച്ച് ഇനിയിപ്പോ എന്തേ പറ്റുള്ളൂ? നിസ്കാരത്തിൽ പോയി ഇരുന്നാൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ എന്ന് മാത്രം പറയാ. കാരണം അത് നബിനോടാണ് അവർ പറയുന്നത്. നബിയോട് പ്രാർത്ഥിക്കലാണ് പറയുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പ്രാർത്ഥനയും ഇല്ല. ഇനി വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ ഇവർക്കിനി ആകെ നാളെ മുതൽ നിസ്കരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? വുളു എടുത്ത് വരിക,
ദുആ ഒന്നും ചെല്ലാൻ പറ്റൂല. കാരണം വുദൂഇന്റെ ശേഷമുള്ള ദുആ എന്താ? അല്ലാഹുമ്മ ജഅൽനീ മിനത് തവ്വാബീൻ. അല്ലാഹുവേ നീ എന്നെ തവ്വാബീങ്ങളിൽ ചേർക്കണേ എന്നല്ലേ അള്ളാഹിനോട് ചോദിക്കാൻ നമുക്ക് അർഹതയില്ലല്ലോ. നബിയോടല്ലേ നമുക്ക് ചോദിക്കാൻ അർഹതയുള്ളൂ. അള്ളാഹുവിനോട് ചോദിക്കാനുള്ള അർഹത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമെന്നല്ലേ നിങ്ങളുടെ വാദം? അപ്പൊ സഹോദരന്മാരെ, ഈ വാദം അനുസരിച്ച് നിങ്ങളിനി എങ്ങനെ നിസ്കരിക്കും? നിങ്ങളിനി എങ്ങനെ ഖുർആൻ ഓതും? നിങ്ങളിനി എങ്ങനെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ പറയും? നിങ്ങളിനി എങ്ങനെ ഓരോ പ്രാർത്ഥനകളും പറയും? കാരണം സർവ പ്രാർത്ഥനകളും റബ്ബനാ റബ്ബനാ അല്ലാഹുമ്മ റബ്ബി എന്നൊക്കെ വിളിച്ച് അള്ളാഹുവിനോടല്ലേ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ വാചകം എത്ര ഗുരുതരമാണ്! ഒന്നുകൂടി കേട്ടോളൂ സഹോദരന്മാരെ, ആ വാചകം നിങ്ങളുടെ മനസ്സിൽ പഠിച്ചു വെച്ചോളൂ. നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല. നബിയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല. അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് നമ്മളല്ല, അള്ളാഹുവിനോട് ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അധികാരമുള്ളൂ. നബിയോട് നേരിട്ട് ചോദിക്കാനേ അധികാരമുള്ളൂ നമുക്ക്. അള്ളാഹിനോട് നേരിട്ട് ചോദിക്കാനേ അധികാരമില്ല. എത്ര അപകടകരമായ വാദമാണ്! ചോദിക്കണം. നിങ്ങൾ ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഇതുവരെ പറഞ്ഞതെന്താണ്? അള്ളാഹിനോടും പ്രാർത്ഥിക്കാം, മഹാത്മാക്കളോടും ചോദിക്കാനല്ലേ. ഇപ്പൊ നിങ്ങൾ അബൂജഹലിനെയും കടത്തിവെട്ടിയോ? സർവ മുശ്രിക്കീങ്ങളെയും കടത്തിവെട്ടിയോ? അബൂജഹിൽ പോലും മുശ്രിക്കുകൾ പോലും കടയിൽ വെച്ചുകൊണ്ട് ആപത്ത് നേരിടുമ്പോ അള്ളാഹുവിനെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നല്ലേ? നിങ്ങളിപ്പോ പറയുന്നത് എന്താണ്? അള്ളാഹിനോട് ചോദിക്കാൻ നമുക്ക് അർഹതയേ ഇല്ല. അള്ളാഹുവിനോട് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കേ അധികാരമുള്ളൂ എന്നല്ലേ? അത് നിങ്ങൾ നാളെ മുതൽ നടപ്പിൽ വരുത്തുമോ? ചോദിക്കണം. നിങ്ങൾ ഈ നദാപുരത്ത് വന്നുകൊണ്ട് തന്നെ ഈ കാര്യം നിങ്ങൾക്ക് കേൾക്കാനായില്ലേ സഹോദരന്മാരെ?